നീ ഇരുന്ന് നിന്റെ കയ്യിൽ പിടിക്കണ ആ ഒരു വീഡിയോ, അതിൽ ഈ പറഞ്ഞ അമ്മു നിന്റെ അടുത്ത് വരുന്ന ഒരു സാധനം തൊപ്പി എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ തൊപ്പിക്ക് എന്താടാ നിന്നോട്? സ്വന്തം പാർട്ട്ണർ പോയ വേദനയോ? എന്തിനാ എടുത്തു വെച്ചാൽ അത്? അല്ല, എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണമല്ലോ. ഷമീർ പറ, തൊപ്പി പറ. വലിച്ചിടരുത്, തന്നെ ചീന്തി കീറും ഞാൻ എല്ലാത്തിനും. ഇള്ള തന്തയില്ലായ്മ തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയൊരു വീട്ടിനകത്ത് കൂട്ട് കയറി ഇരുന്നിട്ട് എന്നിട്ട് വന്നിരുന്ന് വെല്ലുവിളിക്കണാടാ. എന്നിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് പരസ്പരം അടി ഉണ്ടാക്കിയ സമയത്ത് ഒരുത്തൻ എടുത്താണ് പുറത്തിട്ടു. എന്നിട്ട് മറ്റോ കിടന്ന് മെഴുകുക അതിന്. ഇവൻ എന്താണ് കണക്ക് തൊപ്പീനോട് ഇതിൻ്റെ എതിരെ പോവാൻ ഒരു മടി? തൊപ്പീനോട് ഇങ്ങനെ അത് നിങ്ങൾ പുറത്ത് വിടി, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പുറത്ത് വിടി. തൊപ്പീനോട് പറയുമ്പോൾ അവൻ ആ ടോണാ. അന്ന മൂപ്പര് ഇങ്ങള്, ഇതാണ് ഷമീർ തൊപ്പീനെ പറയുന്നത്. എന്താണ് കണക്ക് അങ്ങനത്തെ ഒരു വർത്താനം? ഇന്നെ വലിച്ചു കീറി എൻ്റെ കുടുംബത്തിന് മുന്നിൽ നാറ്റിച്ചൊരുത്തനാണെന്നെങ്കിൽ പരനാറി എന്ന് പറയും ഞാൻ അവനെ. ചേറ്റാന്ന് വിളിക്കും ഞാൻ അവനെ. എന്താണ് പറ്റാത്തത് തൊപ്പീനെ വിളിക്കാൻ? പിന്നെ ഈ പറഞ്ഞ കഥ ഫസ്മിനെ എന്നോട് ഈ വിഷയങ്ങൾക്ക് ശേഷം പറഞ്ഞു. ഇല്ലെങ്കിൽ ഫസ്മിന ഇല്ലാന്ന് പറയട്ടെ. ഞാൻ പറയുമ്പോൾ ഫസ്മിനെ വീഡിയോ ഇടണം. ഫസ്മിനെ പബ്ലിക്കിനോ, ഫസ്മിന എന്നോട് മാത്രമല്ല, ഫസ്മിന ഒരുപാട് പേരോട് ഇത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഫസ്മിനോട് ഞാൻ ഇന്നലെ വിളിച്ചു. ഷമീർ ഇരുന്ന് ഈ ചെറ്റ വർത്താനം എന്നെ കുറിച്ച് പറയുന്നുണ്ട്. ഫസി ഇനി ഞാൻ വിടില്ല. മനസ്സിലായോ? ഒരാവശ്യവും ഇല്ലാതെ ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി എന്ന് അവൻ പറയുന്നത്. ഇത് ഭീഷണിയല്ല, ഫസ്മിന എന്നോട് പറഞ്ഞ കാര്യം. ഓക്കെ, അതും ഫസ്മിനയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിരുന്നു. ഫസ്മിന ഫോൺ മാറ്റിയപ്പോൾ അത് പോയി. പക്ഷെ അത് ലല്ലുവിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഫസ്മിന എപ്പോഴും പറയുന്നുണ്ട്. ആ വീഡിയോ, ഫസ്മിന ഒരു വീഡിയോ എടുത്തിരുന്നു അത്ര അവിടുന്ന് ഇവരെ വീട്ടിൽ നിന്ന്. അത് ലല്ലുവിൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ ലല്ലു അതിൻ്റെ ഒരു പോർഷൻ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റും കാണുമല്ലോ ലല്ലുവിൻ്റെ കയ്യിൽ. ഇനി ലല്ലുവിന് ഇതിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമില്ലെങ്കിൽ ലല്ലുവിന് ഇല്ല, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോവാം. നോ വറീസ്, ലല്ലു സേഫ് ആയിരിക്കും, ഒരു കുഴപ്പമില്ല. ലല്ലു നീ നിൻ്റെ പ്രൈവസി നീ കീപ്പ് ചെയ്തോളാം മോനെ, ഒരു കുഴപ്പമില്ല, നീ ഇതിക്ക് വരണ്ട. ബട്ട് സ്റ്റിൽ നീ അയച്ചിട്ടില്ല എന്ന് നിനക്ക് എവിടെയും പറയാൻ പറ്റില്ല. നീ എനിക്ക് അയച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈവൻ ഫസ്മിനോട് ചോദിച്ചു, ഫസ്മിന ആ വീഡിയോ ഇങ്ങനെയാണോ? നീ ഒരു ഫോണിൽ നോക്കിയിരുന്നിട്ട് ഇത് സംസാരിച്ച് തിരിയുന്നതാണോ? അതിൽ ഫസ്മിന പറഞ്ഞു അതെ, അതിന് കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്. കാരണം ആ ഫോണിനകത്ത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ലല്ലുവിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. മേ ബി അവൻ്റെ ഈ കാണും. മനസ്സിലായോ? അപ്പോൾ ഫസ്മിന ഈ കഥ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഗൾഫ് പോയെ? എന്തിനാണ് ഫസ്മിനയുമായിട്ട് ഈ പറഞ്ഞ തൊപ്പി റിലേഷനിലായ സമയത്ത് ഈ പറഞ്ഞ ഷമീർ ദുബായി പോയത്? ഫസ്മിന ഒന്ന് പറയണത്, ഞാനല്ല, ഫസ്മിന ഒന്ന് പറയണം ഇതിൻ്റെ കംപ്ലീറ്റ് കഥ. ഇവന്മാരുടെ നാറിയ ഈ ചെറ്റ കളി ഫസ്മിനയ്ക്ക് പറയാൻ പറ്റും. ഇനിയെങ്കിലും ഫസ്മിനയ്ക്ക് പറയാൻ പറ്റുമെങ്കിൽ ഫസ്മിന പറ. ഇല്ലെങ്കിൽ നീ ഈ പറഞ്ഞ ബാക്കി യൂട്യൂബേഴ്സ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഫസ്മിന ഇത് പറഞ്ഞ് ഇതറിയാവുന്ന ഒരുപാട് പേര്. ഞങ്ങൾ പരസ്പരം നമ്മൾ സംസാരിച്ചപ്പോൾ അടക്കി ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളാരും ഇത് വൃത്തികേടാണ്, ഇവന്മാരെ പേഴ്സണൽ ലൈഫ് പോകും. പക്ഷെ ഇവന്മാരൊക്കെ ചെറ്റകളാണ്. ഇവന്മാർക്കൊന്നും സൊസൈറ്റീന് മുന്നിൽ എത്ര നാറിയാലും കുഴപ്പമില്ല. കാരണം ഇവന്മാരൊക്കെ തിങ്കിങ് എന്താ അറിയോ, നാളെ ഇതൊക്കെ നാട്ടുകാർ മറക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതിൽ വന്നാൽ വേറൊരു കേസ് വരും, ഇനി അങ്ങനെ പോകണ്ട, ഇതൊക്കെ നാറിയിട്ട് പോയാൽ മതി. അടുക്കളേൻ്റെ അകത്തുനിന്ന് ഫസ്മിനെ എങ്ങനെ നിങ്ങളെ പൊക്കി, എന്ത് വിഷയത്തിൽ സംസാരിച്ച് തീർത്തതിന് ശേഷമാണ് ഇജ്ജ് ഇവിടുന്ന് ദുബായിക്ക് കയറി പോയത്? ഇതൊക്കെ ഫസ്മിന പറയട്ടെ. ഫസ്മിന സാക്കിറിനോട് ഞാൻ പറയുന്നു, ഫസ്മിന ഇത് വീഡിയോ ഇട്ട് ഫസ്മിന ജനങ്ങളോട് പറ. ഇനിയാണ് ഫസ്മിന പറയ്. ഫസ്മിന കഥ വന്ന് പറയുമ്പോൾ ഈ ഷമീർ ഓടും ഫസ്മിനേൻ്റെ അടുത്തേക്ക് കയ്യും കാലും പിടിച്ചിട്ട്. ആ ഓട്ടത്തിലും കരച്ചിലും ഫസ്മിന നിൽക്കുകയാണെങ്കിൽ പിന്നൊന്നും ഫസ്മിനോട് പറയാനില്ല. ഓക്കെ, പിന്നെ ഫസ്മിനാൻ്റെ വീഡിയോ തൊപ്പിയും ഫസ്മിനയും ഉള്ളതടക്കം ഈ പറഞ്ഞ ഷമീറിനും ടീമിനും ഈ തൊപ്പി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേഴ്സണലി ഇവരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സാധനം. ഫസ്മിനേൻ്റെ പേടി അതാ. തൊപ്പീൻ്റെ ഇവരുടെ പേഴ്സണൽ വീഡിയോസ് ഉണ്ട്, ഫസ്മിനേൻ്റെയും തൊപ്പീൻ്റെയും. ഇത് ഷമീറിനും ടീമിനും തൊപ്പി കാണിച്ചു കൊടുത്തു എന്ന് ഷമീർ തന്നെ ഫസ്മിനാനോട് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അതിൻ്റെ വോയിസ് റെക്കോർഡൊക്കെ ഓൾറെഡി വന്നതാ. അപ്പം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ത്രട്ടനിങ് ചെയ്യാനോ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇനി ഓളെ ഒതുക്കാനോ ആണെന്നുണ്ടെങ്കിൽ അത് ഒതുങ്ങൂല മക്കളെ. അതുകൊണ്ട് ഇനി ഫസ്മിന പറയണം ഇവന്മാരുടെ ഇടപാട് എന്താണെന്നുള്ളത്. ജനങ്ങൾ അറിയണം ഈ നാറികൾ എന്താണെന്നുള്ളത്. ഇത്രയും കാലം ഇവിടെ ഒരു കൂട്ടം ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഈ നാറികൾ എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഈ വെല്ലുവിളീൻ്റെ കഥയായിട്ട് വാ. അപ്പം എനിക്ക് ഞാൻ അടുത്ത സാധനം തരാം. ഓക്കെ, ഇത് ചെറുത്,
ഇതൊരു തുടക്കം മാത്രമായിട്ട് ഈ കണ്ടാൽ മതി ഷമീറെ. അതിൻ്റെ ഒട്ടുക്കത്തേക്കുള്ള സാധനമുണ്ട്. ഇത് ചെറുതാണെങ്കിൽ അടുത്തത് എന്താണെന്നുള്ളത് അടുത്ത വഴിക്ക് ഞാൻ പറയും. ഈ ആദ്യം ഇതിനൊരു ഉത്തരം കൊണ്ടാണ് ഫസ്മിനൊരു വീഡിയോ ഇടട്ടെ, അതിനുശേഷം ഷമീറിൻ്റെ ബാക്കി സാധനങ്ങൾ. ബ്രോനെ കൊണ്ട് പറ്റാവുന്ന എന്താന്ന് വെച്ചാൽ അത് ചെയ്യും. ഓക്കെ, നോ പ്രോബ്ലം. കാരണം ഞാൻ ഓൾറെഡി ഈ പറഞ്ഞ എൻ്റെ കുറേ ഫാമിലിയിലും ഇതിലൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ കുറേ അധികം ബുദ്ധിമുട്ടി. ഞാൻ എന്താന്ന് പറഞ്ഞ് ഞാൻ സാധാരണ പിടിക്കാൻ വരുന്നില്ല. അപ്പം ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം നീയാ, മനസ്സിലായോ? ആ നീ ഈ പറഞ്ഞ പോലെ ഖാദർ കരിപ്പൊടിയും ഈ പറഞ്ഞ ഹനാൻ ഷായും ഈ പറഞ്ഞ ലൈവില് വന്ന് മെത്തടിക്കുന്ന ഒന്നും നിനക്ക് മിണ്ടാൻ പറ്റൂലെങ്കിൽ പിന്നെന്ത് CBI ആണോ നീ? അല്ലടാ, ഞാൻ CBI അല്ല, ഞാൻ സീക്രട്ട് ഏജന്റാണ്. ഞാൻ നീ പറഞ്ഞ വിഷയങ്ങളൊക്കെ സംസാരിച്ച ഒരുത്തനുമാണ്. നിനക്ക് തോന്നുന്ന പോലെ, നിന്നെ സംതൃപ്തിപ്പെടുത്തുന്ന പോലെ ഞാൻ സംസാരിക്കണം. അല്ലെങ്കിൽ നീ വിചാരിക്കുന്ന എന്താ, ഞാൻ വന്ന് ഇരുന്ന് അങ്ങോട്ട് വൈറ്റ് വാഷ് ചെയ്യണമെന്നോ? കള്ള ഊളെ അന്നെ പോലൊരു ഫ്രോഡിനെ 100% പറയാം. അന്നേക്കാൾ ഏറ്റവും നല്ലതാണ് ഖാദറും അല്ലെങ്കിൽ ഹനാൻഷിയും, 100%. ഹക്കീമില്ലടാ, ഹക്കീം അന്നേക്കാ ഫ്രോഡ്, അതെനിക്ക് മനസ്സിലായി. അന്നേക്കാ ഫ്രോഡ് പരിപാടി ഓൻ കാണിച്ചിട്ടുണ്ട്. അത് ഓരോ ദിവസവും കേൾക്കുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഓനായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് തന്നെ റിഗ്രറ്റ് ചെയ്യാണ് ഇപ്പോൾ ഞാൻ ഇരുന്നിട്ട്. അത് ഈ പറഞ്ഞൊരു കാര്യം, ഓനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ വെച്ചതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. കാരണം ദാറ്റ് ഈസ് എ റോങ് ഓപ്ഷൻ. ഒരു ബ്രദറിനെ പോലെ കണ്ട ഒരുത്തൻ നമ്മളോട് ഒരു സാധനം ചോദിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഒരുമാതിരി നമ്മളെയും കൂടി വഞ്ചിച്ച പരിപാടിയാണോ കാണിച്ചത്. നാട്ടുകാരുടെ മുന്നിൽ ഓൻ്റെ പേര് പറയുമ്പോഴടക്കം നമുക്കിപ്പോൾ തല താത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ. അത് നാറിയ പരിപാടി, നാറിയാണ്. അത് വിട്, ഓൻ്റെ കേസ് ഞാൻ സമ്മതിച്ചു തന്നെ. പക്ഷെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നീ ഏതാടാ നാറി? നീ ഏതാ? പിന്നെ നീ പറഞ്ഞല്ലോ നിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ നിൻ്റെ ഡ്രഗ് കേസ് എക്സ്പോസ് ചെയ്തതുകൊണ്ട് നിൻ്റെ നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും വിഷമത്തിലായി, അല്ലെങ്കിൽ നിനക്ക് പ്രശ്നമായിരുന്നു. എടാ, നിന്നെ കുണ്ടനാക്കിയത് തൊപ്പി, നിന്നെ ഈ ഡ്രഗ് കേസിലേക്ക് വലിച്ചിട്ടത് തൊപ്പി. ഇതാ ഞാൻ പറഞ്ഞത്. ഇവൻ ഇപ്പോഴും ഇവൻ്റെ പാർട്ട്ണറിനെ എന്താ അറിയോ, ഇവന് പറയാൻ പറ്റുന്നില്ല. ഇവന് സീക്രട്ട് ഏജൻ്റാണ് ഇവൻ്റെ വീട്ടിൽ ഇവനെ നാട്ടിച്ചതെന്നാണ് പറയുന്നത്. എടാ, ഞാനെൻ്റെ പെരക്കാർക്ക് ചെയ്താൽ നല്ലതാണ് അത്. നിങ്ങളെ മോൻ ഇപ്പോഴും കള്ളം പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ കല്ലും പുല്ലും അടിച്ച് നടക്കുകയാണ്. വേണമെങ്കിൽ കൊണ്ടുപോയി അവനെ രക്ഷപ്പെടാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് വീട്ടുകാരെ വരെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഇട്ടത്. എന്നിട്ട് എന്നോട് എടാ ഉളുപ്പില്ലാത്ത നാറി, ഇത്രയൊക്കെ ഈ ഇന്നലെ വന്നിരുന്ന് പറഞ്ഞല്ലോ. എൻ്റെ വീട്ടുകാരെ ഇത്രയും ഞാൻ എന്താ പറയുക സങ്കടപ്പെടുത്തി ഒരുത്തനാണെങ്കിൽ ഈ എന്തിനാടാ എൻ്റെ പേഴ്സണൽ ഇൻബോക്സിൽ വന്നിട്ട് എല്ലാത്തിനും ലവ് ചിഹ്നം ഇട്ടിട്ട് പോയത്? ബ്രദർ എന്ന് വിളിച്ച് മറ്റേ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയത്. അപ്പം എനിക്ക് ഓരോ സാധനം അടിച്ച് കയറ്റുമ്പോൾ ഒരു മൂഡ്, അതില്ലാത്തപ്പോൾ വേറെ മൂഡ്. എനിക്ക് ആള് തെറ്റിപ്പോയി ഷമീറെ, മനസ്സിലായോ? ആള് തെറ്റിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ കഥ ഉണ്ടല്ലോ, ഫസ്മിന പറഞ്ഞ കഥ, ആ കഥ ഫസ്മിന കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ കഥ ഫസ്മിന കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇതുവരെ നാട്ടുകാരുടെ മുന്നിൽ കളിച്ച കളിയോ അല്ലെങ്കിൽ വെളുപ്പിക്കൽ പരിപാടിയൊന്നും ആയിരിക്കില്ല. അതും കൂടിയാണ് നാട്ടുകാർ അറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ. അവിടെ ഇജും മോങ്ങും, എൻ്റെ ബോസ് തൊപ്പിയും മോങ്ങും, നിങ്ങളെ ഈ പന്ന സ്ക്രിപ്റ്റും മൂഞ്ചും. മനസ്സിലായോ? ഉണ്ടാക്കാൻ വന്നിരുന്നിട്ട് അനക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭീഷണിയൊന്നും ഞാൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. വളരെ മാന്യമായിട്ട് ഒരു സെക്കൻഡ് ചാൻസ് എടുത്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് വിട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അവൻ്റെ ഓടി കാറും അവൻ്റെ മറ്റേ ട്രേഡിങ്ങിൻ്റെ ബലവും അവൻ്റെ വല്ലയ്ക്കാൻ്റെ മൂടും എല്ലാം കൂടി തരുന്നുണ്ടാണെങ്കിൽ ഞാൻ കേട്ടോ താങ്ങുമെന്ന് എനിക്കൊന്ന് നോക്കണം. 10 തെറി വിളിക്കുമായിരിക്കും ചിലപ്പോൾ വീഡിയോയിൽ വന്നിട്ട്. അത് ചിലപ്പോൾ മാസമായിട്ട് വെട്ടിയിടാൻ കുറച്ച് എൻ്റെ പിള്ളേരും കാണും. സീക്രട്ട് ഏജൻറ്റിനെ ഊക്കി വിട്ടു ഷമീർ, തെറി വിളിച്ചു എന്ന്. ഒറ്റയ്ക്ക് മുഖത്തോട് മുഖം നോക്കി തെറി വിളിക്കാനാണെങ്കിൽ പോരും കിട്ടും മലപ്പുറം അങ്ങാടിക്ക്. അല്ലെങ്കിൽ ഈജ് പറയുന്ന അങ്ങാടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഞാൻ വരാം. വീഡിയോയിൽ ഇരുന്നിട്ടുള്ള ഈ ഉമ്മാക്കി കളിയല്ല, നേരിട്ട് തെറി വിളിച്ച് തീർക്കാനാണെങ്കിൽ പോകാം. ഈ ലൊക്കേഷൻ വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോരാം. മനസ്സിലായില്ല എനിക്ക്? ഷമീറിനോട് ഞാൻ വീണ്ടും പറയുന്നു, ഇന്നെ വലിച്ചിതിൽ കൊണ്ടുവന്നിട്ട് ഈ സ്വയം വെളുക്കാനുള്ളൊരു ഡിറ്റർജൻ്റായിട്ട് ഈ ഇന്നെ യൂസ് ചെയ്താൽ തുടങ്ങി. അത് നിർത്തിക്കോ. അത് നിർത്തിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അണക്ക് വലിയ കുഴിച്ച കുഴിയായിരിക്കും. ആ കുഴി ഞാൻ തന്നെ കുഴിക്കും, ഞാൻ തന്നെ അതിൽ മണ്ണൂടും. ഓക്കെ, ഷമീർ അതുകൊണ്ട് ജീവിച്ചു പോവുകയാണെങ്കിൽ ജീവിച്ചു പോവുക. അവൻ്റെ പെരക്കാരോടും പറയാനുള്ളത്, ചെക്കൻ ജീവിച്ചു പോകാൻ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടു പോകാനുള്ള വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുക്കി കൊടുത്തോളി. അല്ലെങ്കിൽ ബാധ്യതയാവും നിങ്ങൾക്ക്. തീരാത്ത മാനം കെട്ടൊരു ചാപ്റ്ററായിട്ട് മാറും നിങ്ങളെ കുടുംബത്തിൽ ഈ ചങ്ങായി. രക്ഷപ്പെട്ടു പോകാണെങ്കിൽ പൊയ്ക്കോ ഷമീർ. എഗെയിൻ ഞാൻ വാൺ ചെയ്യുന്നു, രക്ഷപ്പെട്ടു പോകാനാണെങ്കിൽ പൊയ്ക്കോ. ഒരു പ്രശ്നവും ഇല്ല.
ഇന്നെ പ്രൊവോക്ക് ചെയ്ത് 10 ആളുടെ പേരും പറഞ്ഞ്, ഹനാൻ ഷാൻ്റെ പേരും പറഞ്ഞ്, ഹക്കീമിൻ്റെ പേര് പറഞ്ഞ്, ഖാദറിൻ്റെ പേര് പറഞ്ഞ്, സീക്രട്ട് ഏജൻറ്റ് വെളുപ്പിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വയം വെളുക്കല്ലേ, കുഴി കുത്തണ്ട. ഇത് വീണ്ടും ഞാൻ എന്നോട് പറയുന്നു, മാന്യമായിട്ട് പറയുകയാണ്. ഈ പറഞ്ഞ ഭാഷയിൽ ഞാനക്ക് റിപ്ലൈ തന്നു. ഇനിയിപ്പോൾ മാന്യതേൻ്റെ സ്വരത്തിൽ പറയാം. ഷമീറിന് ഇതിവിടെ നിർത്താൻ പറ്റിയോ ഷമീർ നിർത്തിക്കോ. കാരണം ഈ ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് നാറാനൊന്നുമില്ല, എനിക്ക് പോകാനൊന്നുമില്ല. അണക്കില്ലെങ്കിൽ എൻ്റെ പെരക്കാർക്കുണ്ടാ, എൻ്റെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഇല്ലേ ഇതൊക്കെ പോവാൻ. ഇതൊക്കെ ചെയ്തു വെച്ച ചില്ലറ പരിപാടിയല്ലല്ലോ. നാട്ടുകാരുടെ അടുത്ത് പച്ച വെളിച്ചത്തിലോ അല്ലെങ്കിൽ ഇരുട്ടിലോ വന്ന് ഒരു 4 ആൾ കൂടുന്നിടത്ത് ഒരാളെക്കുറിച്ച് കേൾക്കുന്നതോ പറയാൻ പറ്റുന്നതോ ആയിട്ടുള്ള കഥകളൊന്നും അല്ലല്ലോ ഇതൊന്നും. അപ്പോൾ കാണാം ഷമീറേ.